ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ചോദ്യം 1. ഗലാത്യ അധ്യായം 3-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 29. ചോദ്യം 2. ഗലാത്യ 3-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട്. ഉത്തരം നിയമമോ വിശ്വാസമോ? ചോദ്യം 3. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നടത്തുന്ന സംബോധന എന്ത്? ഉത്തരം ഭോഷന്മാരായ ഗലാത്യക്കാരെ. ചോദ്യം 4. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എന്തായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ക്രൂശിതനായി. ചോദ്യം 5. ആര് നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തു. ചോദ്യം 6. ഇത് മാത്രം നിങ്ങളിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതു മാത്രം? ഉത്തരം നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ചോദ്യം 7. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ആരാണോ നിങ്ങളെന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ഭോഷന്മാരാണോ? ചോദ്യം 8. നിങ്ങൾ സഹായിച്ചവയത്രയും എന്തായിരുന്നുവെന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. ചോദ്യം 9. അബ്രഹാം തന്നെയും ദൈവത്തെയും വിശ്വസിച്ചു. അതവന് എന്തായി പരിഗണിക്കപ്പെട്ടു? ഉത്തരം നീതിയായി. ചോദ്യം 10. 3-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ പൗലോസ് ഗലാത്യക്കാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഉത്തരം 5. ചോദ്യം 11. നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് പറയുന്നത്? ഉത്തരം വിശ്വാസമുള്ളവരാണ്, അബ്രഹാത്തിൻ്റെ മക്കൾ എന്ന്. ചോദ്യം 12. വിജാതിയരെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെ? ഉത്തരം വിശ്വാസം വഴി. ചോദ്യം 13. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുള്ളതാര്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം 14. വിശ്വാസമുള്ളവർ ആരോടൊപ്പമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? ഉത്തരം വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത്. ചോദ്യം 15. ഒരുവനും നിയമം വഴി ആരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല? ഉത്തരം ദൈവസന്നിധിയിൽ. ചോദ്യം 16. നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുക? ഉത്തരം വിശ്വാസം വഴിയാണ് ജീവിക്കുക. ചോദ്യം 17. വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനമല്ല? ഉത്തരം നിയമത്തിൻ്റെ. ചോദ്യം 18. അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഏവ? ഉത്തരം നിയമം. ചോദ്യം 19. ക്രിസ്തു നമ്മെ രക്ഷിച്ചത് എങ്ങനെ? ഉത്തരം നമ്മെ പ്രതി ശപിക്കപ്പെട്ടവൻ ആയി തീർന്നുകൊണ്ട്. ചോദ്യം 20. നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ക്രിസ്തു നമ്മെ എവിടെ നിന്നാണ് രക്ഷിച്ചത്? ഉത്തരം നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന്. ചോദ്യം 21. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം 22. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതിയരിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ? ഉത്തരം യേശുക്രിസ്തു വഴി. ചോദ്യം 23. ആത്മാവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടത് എപ്രകാരം? ഉത്തരം വിശ്വാസം വഴി. ചോദ്യം 24. 3-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്. ഉത്തരം നിയമവും വാഗ്ദാനവും. ചോദ്യം 25. ഗലാത്യ 3:15 സംബോധന എന്ത്? ഉത്തരം സഹോദരരെ. ചോദ്യം 26. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും ചെയ്യാറില്ലാത്തത് എന്തെല്ലാം? ഉത്തരം
അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഇല്ല. ചോദ്യം 27. വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാമായിട്ടാണ്? ഉത്തരം: അബ്രഹാത്തിനും അവൻ്റെ സന്തതിക്കും. ചോദ്യം 28. ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം: പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ. ചോദ്യം 29. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം വഴി നൽകിയത് എന്ത്? ഉത്തരം: പാരമ്പര്യ അവകാശം. ചോദ്യം 30. എന്ത് സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാവങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു? ഉത്തരം: വാഗ്ദാനം. ചോദ്യം 31. ഗലാത്യ 3:20 പ്രകാരം ദൈവം ആരാണ്? ഉത്തരം: ഏകനാണ്. ചോദ്യം 32. ഗലാത്യ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട്? ഉത്തരം: നിയമത്തിൻ്റെ ഉദ്ദേശം. ചോദ്യം 33. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം: വാഗ്ദാനങ്ങൾക്ക്. ചോദ്യം 34. എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? ഉത്തരം: ജീവദായകമായ ഒരു നിയമം. ചോദ്യം 35. യേശുക്രിസ്തുവിലുള്ള എന്തുവഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? ഉത്തരം: വിശ്വാസം വഴി. ചോദ്യം 36. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? ഉത്തരം: നിയമത്തിൻ്റെ. ചോദ്യം 37. ഗലാത്യ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട്? ഉത്തരം: പുത്രത്വവും അവകാശവും. ചോദ്യം 38. യേശുക്രിസ്തുവിലുള്ള എന്തുവഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്? ഉത്തരം: വിശ്വാസം വഴി. ചോദ്യം 39. ആരോട് ഐക്യപ്പെടാനാണ് നാം എല്ലാം സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിനോട്. ചോദ്യം 40. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാം ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തരം: ധരിച്ചിരിക്കുന്നു. ചോദ്യം 41. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ആരിലാണ് ഒന്നായിരിക്കുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിൽ. ചോദ്യം 42. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആണെങ്കിൽ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള ആരുമാണ്? ഉത്തരം: അവകാശികളും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.